പിറ്റേന്ന് ഭാമയ്ക്ക് സ്കൂളിൽ പോകാൻ നല്ല ഉത്സാഹം തോന്നി. വിനുവിൻ്റെ കാര്യങ്ങളെല്ലാം അവൾ പെട്ടെന്ന് തന്നെ ചെയ്തു തീർത്തു. അടുക്കളയിലേക്ക് പോയപ്പോൾ അവിടെയെല്ലാം റെഡിയായിരുന്നു. സുധയും ജയയും കൂടെ അടുക്കളയിലെ കാര്യങ്ങൾ ഏറ്റെടുത്തു. ഇപ്പോൾ തന്നെ ഭാമ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അടുക്കള പണി കൂടി ചെയ്യേണ്ട എന്നാണ് അവരുടെ വാദം. അവൾ കൃത്യം 9:30 തന്നെ സ്കൂളിലെത്തിയിരുന്നു. ആദ്യ പീരീഡ് ക്ലാസ് ഉണ്ടായിരുന്നു. രണ്ടാമത്തെ പീരീഡ് അവൾ ഫ്രീ ആയിരുന്നു. സ്റ്റാഫ് റൂമിൽ ചെന്നപ്പോൾ അവിടെ ആരുമില്ലായിരുന്നു. കുറച്ചു കഴിഞ്ഞത് മഹേഷ് അങ്ങോട്ട് വന്നു. അവൻ സീറ്റിൽ പോയിരുന്ന ഭാമയെ ഉളികണ്ണിട്ട് നോക്കി. ഭാമ നോക്കുമ്പോൾ കുനിഞ്ഞിരിക്കും. വീണ്ടും ഭാമ ശ്രദ്ധിക്കാൻ ചെറുതായി ഒന്ന് ചുമക്കും. ഇതിടയ്ക്കിടെ പതിവായി. സാറിന് നല്ല ചുമയാണല്ലോ. എന്ത് ചെയ്യാനാ ടീച്ചറെ, നമ്മളെയൊന്നും നല്ലതുപോലെ ശ്രദ്ധിക്കാൻ വീട്ടിൽ ആരുമില്ലല്ലോ. അപ്പം സാറിൻ്റെ വൈഫ്? ഓ, അവളൊരു കണക്കാ, ഒന്നിനും കൊള്ളില്ലെന്നേ. ആണോ സാറേ? സാറിൻ്റെ ഭാര്യ സാറിനെ നോക്കത്തില്ലേ? ഭാമ ഒരു ചൂണ്ട് അങ്ങോട്ടെറിഞ്ഞു. എനിക്കെൻ്റെ ഭർത്താവിനെ പൊന്നു പോലെ നോക്കണമെന്നാ സാറേ. ആ, ഭാമയെ പോലെ ഒരു ഭാര്യയെ കിട്ടണമെങ്കിൽ ഞാൻ പുണ്യം ചെയ്യണം. അതിന് പുണ്യം ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ സാറേ. നമ്മളെയും ഇടയ്ക്കൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മളും ഇവിടെയൊക്കെ തന്നെയുണ്ട്. അവൾ എങ്ങും തൊടാതെ പറഞ്ഞു. ആണോ? ഭാമ നാണത്തോടെ മുഖം കുനിച്ചു. മഹേഷിനിൽ പരം സന്തോഷം വേറെ ഇല്ലായിരുന്നു. അയാൾ സന്തോഷത്താൽ മതിമറന്നു. ബെല്ലടിച്ചതും ഭാമ എണീറ്റ് മഹേഷിനെ ഒന്ന് നോക്കി. കൊള്ളാം, നന്നായിട്ട് സ്വപ്നം കാണുക. കാണട്ടെ, ഏതുവരെ പോകുമെന്ന് കാണാം. അവൾ മനസ്സിൽ പറഞ്ഞ് ക്ലാസ്സിലേക്ക് പോയി. സാറേ, മഹേഷ് സാറേ. മാളവിക മേശയിൽ അടിച്ചു. എന്താ? ആരാ? മഹേഷ് ചാടി എണീറ്റു. ഓ, ടീച്ചറായിരുന്നോ? സാറെന്താ സ്വപ്നം കാണുമായിരുന്നോ? മഹേഷ് അതിന് മറുപടിയായി ഒന്ന് പുഞ്ചിരിച്ചു. ആട്ടെ, എന്തായിരുന്നു സ്വപ്നം? ഞാനും ആ സ്വപ്നത്തിലുണ്ടായിരുന്നോ? ഏയ്, അതൊന്നുമില്ല, വെറുതെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിരുന്ന് പോയതാ. അത് കള്ളം. ആ ഭാമ ടീച്ചർ ഇപ്പോൾ ഇവിടുന്ന് പോകുന്നതും കണ്ടു. മാഷ് അവളെയല്ലേ സ്വപ്നം കണ്ടത്? നമുക്കൊക്കെ സ്വപ്നം കാണാനല്ലേ പറ്റൂ. അതെന്ത് പറച്ചില്ല മാഷേ. മാഷിൻ്റെ സ്വപ്നങ്ങൾ ഞാൻ നടത്തി തരുന്നില്ലേ? അതാണിപ്പോൾ ഏക ആശ്വാസം. അതൊക്കെ പോട്ടെ, അവൾ വല്ലതും മാഷിനോട് ചോദിക്കുകയോ പറയുകയോ ചെയ്തോ? ഏയ്, എന്നോടെന്ത് പറയാൻ? എന്നോടൊന്നും പറഞ്ഞില്ല. ഒന്നും പറയാതിരിക്കുന്നതാ മാഷിന് നല്ലത്. എൻ്റെ മാളു, ഇങ്ങനെ പിണങ്ങിയിരിക്കാനും നമുക്ക് കഴിയില്ല. എങ്ങനെയും അവളെ നമ്മുടെ കൂടെ നിർത്തണം. ഇവിടെ മിക്കവർക്കും അറിയാം നമ്മൾ തമ്മിലുള്ള കണക്ഷൻ. ആരെങ്കിലുമൊക്കെ വേണ്ടാത്തത് പറഞ്ഞുകൊണ്ട് കൊടുക്കുന്നതിന് മുന്നേ നീ ഒന്ന് സോപ്പിട്ട് നമ്മുടെ കൂടെ നിർത്താൻ നോക്ക്. പിന്നെ ആ മഞ്ജു ടീച്ചറൊക്കെ വിനുമാഷിൻ്റെ കൂടെ ആയിരുന്നു. ഇത്രയും നാൾ നമുക്കൊരു വില്ലനായി നിന്നതും വിനുമാഷ. അയാളെപ്പോ ഇല്ലോ. അതുകൊണ്ട് ഭാമയെ പെട്ടെന്ന് വളച്ച് കുപ്പിയിലാക്കണം. അത് ശരിയാ സാറ് പറഞ്ഞത്. ഭാമയെ നമ്മുടെ കൂടെ നിർത്തണം. ഇങ്ങനെ പിണങ്ങിയിരുന്നാൽ പറ്റില്ല. കൊള്ളാം, ഇനി ഇവൾ തന്നെ ഭാമയെ വളച്ചെടുത്തോളൂ. മഹേഷ് മനസ്സിൽ കണക്ക് കൂട്ടി. വൈകുന്നേരം സ്കൂൾ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഹാളിൽ ഇരിക്കുന്നവരെ കണ്ട് ഭാമെന്ന് ആലോചിച്ചു. ഞാൻ എവിടെയോ ഇവരെ കണ്ടിട്ടുണ്ടല്ലോ. മോൾക്ക് ഞങ്ങളെ മനസ്സിലായോ? അവിടെ ഇരുന്ന സ്ത്രീ അവളോട് ചോദിച്ചു. ഞാൻ എവിടെയോ കണ്ടിട്ടുള്ളത് പോലെ. മോളെ, ഇതാണ് ഗംഗയുടെ അച്ഛനും അമ്മയും. ജയ അവരെ അവൾക്ക് പരിചയപ്പെടുത്തി. ആ, ഇപ്പം മനസ്സിലായി. മുൻപ് അമ്മ ഫോട്ടോ കാണിച്ച് തന്നിട്ടുണ്ട്. കുറേ നേരമായോ അമ്മാവനും അമ്മായിയും വന്നിട്ട്? അവളുടെ ആ വിളി അവരെ ഏറെ സന്തോഷിപ്പിച്ചു. ഒരുപാട് അടുത്തറിയാവുന്നത് പോലെ. വിനുവിൻ്റെ വിവരമറിഞ്ഞ് ഇന്നലെ ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ചതാ മോളെ. ഗംഗയെ കൊണ്ടുവന്നില്ലേ അമ്മായി? അവളുടെ ആ ചോദ്യത്തിൽ പെട്ടെന്ന് അവരുടെ മുഖത്തെ സന്തോഷം മാഞ്ഞുപോയി. മോളെ, സുധ പെട്ടെന്ന് അവളെ വിളിച്ചു. എന്താ അമ്മേ? മോള് വന്നതല്ലേ ഉള്ളൂ, പോയി ഫ്രഷായിട്ട് വാ. ഇവരെ നാളെ പോകുന്നുള്ളൂ. വിശേഷങ്ങൾ പിന്നെ പറയാം. ഭാമ എല്ലാവരുടെയും മുഖം ശ്രദ്ധിച്ചു. ആർക്കും ഒരു സന്തോഷവുമില്ല. ഇനി ഇവർ വന്നിട്ടാണോ? അതും ആലോചിച്ച് അവൾ വിനുവിൻ്റെ അടുത്തേക്ക് പോയി. ആഹാ, വിനുവേട്ടൻ കണ്ണു തുറന്ന് കിടക്കുവാണോ? പുറത്തു വന്നവരെ കണ്ടില്ലേ? ആപത്ത് വന്നപ്പോൾ എല്ലാവരും ഇങ്ങെത്തിയല്ലോ. ഗംഗയെ കാണണമെന്നുണ്ടായിരുന്നു. അവർ കൂടെ കൊണ്ടുവന്നിട്ടില്ല. സാരമില്ല, വിനുവേട്ടന് സുഖമായിട്ട് നമുക്ക് നമ്മുടെ മക്കളെയും കൊണ്ട് ബാംഗ്ലൂരിലേക്ക് പോകാം. എന്താ? അവൾ അവൻ്റെ നെറ്റിയിൽ മൃദുവായി ഉമ്മ വെച്ചു. ഞാനൊന്ന് ഫ്രഷായിട്ട് വരാം വിനുവേട്ട. ഭാമ അവനോട് പറഞ്ഞ് ഡ്രസ്സുമെടുത്ത് ബാത്റൂമിലേക്ക് പോയി. കുളി കഴിഞ്ഞ് നേരെ അടുക്കളയിലേക്ക് പോയി. അവിടെ സുധ എന്തൊക്കെയോ ജോലിയിലാണ്. അമ്മേ, അവൾ പിറകിൽ നിന്നും കെട്ടിപ്പിടിച്ചു. അമ്മേ, അവർ വിനുവേട്ടനെ കാണാൻ വന്നതാണോ? അവനെയും പിന്നെ മോളെയും. നിന്നോട് എന്തൊക്കെയോ സംസാരിക്കണമെന്ന് പറയുന്നത് കേട്ടു. എന്നോട് സംസാരിക്കണമെന്നോ? ഓ, കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ കണ്ടില്ലല്ലോ, അതായിരിക്കും. ഭാമേ, അവരുടെ മോള് ഗംഗ ആത്മഹത്യ ചെയ്തു. അമ്മ എന്താ പറഞ്ഞേ? അതേ മോളെ,
ഭർത്താവുമായി പിണങ്ങി തൂങ്ങിയതാ. 1-2 മാസമായെന്ന പറഞ്ഞേ. ഭാമ കേട്ട വാർത്തയുടെ ഷോക്കിലായിരുന്നു. ഗംഗയെ പറ്റി പറയുമ്പോൾ 100 നാവായിരുന്നു വിനുവേട്ടന്. ഇപ്പോഴും ആ മനസ്സിൻ്റെ കോണിലെവിടെയോ ആ പഴയ സ്നേഹമുണ്ട്. ഇതറിയുമ്പോൾ മോളെ, സുധ അവളെ കുലുക്കി വിളിച്ചു. അവളൊരു ഞെട്ടലോടെ സുധയെ നോക്കി. മോളെന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ലമ്മേ. എന്നാലും എന്തിനായിരിക്കും അമ്മേ ആ കുട്ടി അങ്ങനെ ചെയ്തത്? അതിൻ്റെ വിധി അതായിരിക്കും മോളെ. മോളി ചെന്ന് അവരോടൊന്ന് സംസാരിക്ക്. ചിലപ്പോൾ മോളെ കാണുമ്പോൾ കുറച്ച് ആശ്വാസം കിട്ടിയാലോ. പിന്നെ മോളോട് എന്താ പറയാനുള്ളതെന്നും അറിയാലോ. ഭാമ സുധയെ നോക്കിയൊന്ന് തലയാട്ടി അവരുടെ അടുത്തേക്ക് പോയി. ഭാമ അടുക്കളയിൽ നിന്ന് ഹാളിലേക്ക് വന്നു. അവിടെയെങ്ങും ആരെയും കണ്ടില്ല. അവൾ നേരെ വിനുവിൻ്റെ അടുത്തേക്ക് പോയി. അവിടെ കണ്ട കാഴ്ചയിൽ അവൾ തറഞ്ഞു നിന്നുപോയി. മോൻ, ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങൾ ചെയ്ത തെറ്റിന് ഞങ്ങൾക്ക് തന്നെ ശിക്ഷ കിട്ടി. ഒരച്ഛൻ്റെ സ്വാർത്ഥത കൊണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയതാ. ഞങ്ങളോട് അവൾ ആദ്യമേ പറഞ്ഞതാ അവൾക്കൊരാളെ ഇഷ്ടമാണെന്ന്. എൻ്റെ പെങ്ങൾക്ക് കൊടുത്ത വാക്കിന്മേൽ ഞാനത് കേട്ടില്ല. ഞങ്ങൾ മരിക്കുമെന്ന് അവളെ ഭീഷണിപ്പെടുത്തി. അങ്ങനെ മോനുമായുള്ള കല്യാണം കഴിഞ്ഞു. നിന്നെ ഈ അവസ്ഥയിൽ കാണേണ്ടി വന്നല്ലോ മോനെ. അയാൾ അവൻ്റെ കാലിൽ വീണ് പൊട്ടിക്കരഞ്ഞു. ഇതെല്ലാം കണ്ട് കരഞ്ഞുകൊണ്ട് അമ്മായിയും അടുത്തുണ്ട്. ഇങ്ങനെ പോയ വിനുവേട്ടനും സങ്കടമാകും. എത്രയൊക്കെ പറഞ്ഞാലും സ്വന്തം അമ്മാവനും അമ്മായിയുമാണ്. അവർക്കൊരു സങ്കടം വന്ന ആ മനുഷ്യനത് താങ്ങാൻ പറ്റില്ല. അവൾ പെട്ടെന്ന് അകത്തേക്ക് ചെന്നു. അമ്മാവാ, എന്താ ഇത്? മോളെ, ഇവനോട് ചെയ്ത തെറ്റിൻ്റെ ചതിക്ക് ഞങ്ങൾക്കും തിരിച്ചടി കിട്ടി. ഒറ്റ മോളായിരുന്നു. ഒന്നിനും ഒരു കുറവുമില്ലാതെ വളർത്തിയതാ. വിനുമോനും ഗംഗയും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. പിന്നെ എപ്പോഴോ അവൾ മറ്റൊരാളിലേക്ക് തിരിഞ്ഞെന്നത് ഞങ്ങൾക്കും അറിയില്ല. എനിക്കവിടെ ബിസിനസ്സായിരുന്നു. ഇവരെ ഇവിടെ ഒറ്റയ്ക്ക് നിർത്തേണ്ടെന്ന് കരുതിയ ഞാൻ ഇവരെ കൂടെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയത്. പിന്നെ അവൾ പഠിച്ചതെല്ലാം അവിടെയായിരുന്നു. കല്യാണം ഉറപ്പിച്ചപ്പോഴാണ് അവൾ പറഞ്ഞത് അവൾക്ക് വേറൊരാളെ ഇഷ്ടമാണെന്ന്. അതൊക്കെ കഴിഞ്ഞതല്ലേ അമ്മാവ. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതേ മോളെ, അതൊന്നും പറഞ്ഞിട്ട് ഇനി കാര്യമില്ലെന്നറിയാം. പക്ഷേ ഇവനെ കാണുമ്പോൾ എന്തോ ഒരു കുറ്റബോധം. നെഞ്ചു വിങ്ങുവാ. മോളെ, ഞങ്ങൾ വന്നത് ഇവനെ മാത്രം കാണാൻ വേണ്ടിയല്ല മോളെ, കൂടെ നിന്നെയും കൂടെ കാണാൻ വേണ്ടിയാണ്. എന്താ അമ്മായി? ഞങ്ങളുടെ മോള് പോയി. ആ സ്ഥാനത്ത് ഞങ്ങൾ മോളെ കാണുക. അതിനെന്താ, ഞാൻ നിങ്ങളുടെ മകൾ തന്നെയാ. ഭാമ അമ്മായിയെ കെട്ടിപ്പിടിച്ചു. ഗംഗ എനിക്ക് തന്ന നിധിയാണ് എൻ്റെ വിനുവേട്ടൻ. അതേ മോളെ, അവൻ്റെ സ്നേഹം കിട്ടാൻ അവൾക്ക് വിധിയില്ല. മോളെ, ഇത് മോള് വാങ്ങിക്കണം. എന്താ അമ്മാവ ഇത്? അവൾ അയാളുടെ കയ്യിലിരുന്ന കവറിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. ഇത് ഞാൻ എൻ്റെ മകൾക്ക് ജനിക്കുന്ന മക്കൾക്ക് കൊടുക്കാൻ കരുതിയതാ. ഇപ്പോൾ ആ സ്ഥാനത്ത് മോളാണ്. ഇത് നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് ഞങ്ങളുടെ സമ്മാനമാണ്. അത് ഇപ്പോഴേ തരണോ അമ്മാവ? മക്കൾ വന്നിട്ട് അവർക്ക് കൊടുത്താൽ പോരെ? ഇത് മോൾക്ക് തരാനുള്ളതാ. അവർ വലുതാകുമ്പോൾ മോള് തന്നെ അവർക്ക് കൊടുത്താൽ മതി. അവൾ സംശയത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി. മോളത് വാങ്ങിക്ക്. ഇത് ഞങ്ങളുടെ ഒരു സന്തോഷത്തിനാണ്. ഇത് കൊടുക്കാൻ ഞങ്ങൾക്ക് നിങ്ങളല്ലാതെ വേറെ ആരുമില്ല. എന്താ ഇതുവരെ പറഞ്ഞില്ല? അമ്മായി അറിയാതെ എങ്ങനെയാ അവൾ ആ കവർ വാങ്ങിക്കാൻ ഒരു മടിയോട് ചോദിച്ചു. അപ്പോഴേക്കും ജയയും അശോകനും സുധയും അങ്ങോട്ടേക്ക് വന്നു. അവളെല്ലാവരെയും മാറി മാറി നോക്കി. മോളത് വാങ്ങിക്ക്, അശോകൻ ഭാമയോട് പറഞ്ഞു. അത് അച്ഛാ, എന്താണെന്നറിയാതെ ഞാനെങ്ങനെയാ വാങ്ങിക്കുന്നേ? അതൊക്കെ പറയാം, ആദ്യം മോളിത് പിടിക്ക്. അയാൾ അവരുടെ കയ്യിലേക്ക് ബലമായ കവർ വെച്ചു കൊടുത്തു. ഇതിന്ന് വരെയുള്ള ഞങ്ങളുടെ സമ്പാദ്യമാണ്. എൻ്റെ ബിസിനസ് സ്ഥാപനങ്ങളുടെയും വീടിൻ്റെയും എല്ലാം ഡോക്യുമെൻ്റ്സ് ആണ്. ഇനി മോള് വേണമെല്ലാം നോക്കി നടത്താൻ. അയ്യോ, എന്നെക്കൊണ്ട് അതൊന്നും പറ്റില്ല. ഇത് അമ്മാവൻ തന്നെ നോക്കിയാൽ മതി. ഇതെൻ്റെ മോൾക്കുള്ളതായിരുന്നു. ഇപ്പം ഞങ്ങളുടെ മകൾ നീയാണ്. അത് നിനക്കുള്ളതാണ്. പിന്നെ വിനുമോന്, അവൻ തിരിച്ചു വരും, അധികം വൈകാതെ തന്നെ. ആ സമയം നിങ്ങൾ അവിടെ വരണം. എല്ലാം ഏറ്റെടുക്കാൻ തയ്യാറായി. അതുവരെ ഞാൻ അവിടെ ഉണ്ടാകും. അവളൊന്നും മനസ്സിലാവാതെ എല്ലാവരെയും നോക്കി. ജയസാരി തലപ്പും കൊണ്ട് കണ്ണു തുടച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്ന് വന്ന എൻ്റെ മകൾ ഇന്നെല്ലാം ഉള്ളവരായിരിക്കുന്നു. ഇനി വിനുമോൻ കൂടി തിരിച്ചു വന്നാൽ മതി. സുധ മനസ്സിൽ ചിന്തിച്ചൊന്ന് നെടുവേർപ്പെട്ടു. എൻ്റെ മകനോട് കാണിച്ചതിന് അവരെങ്ങനെയെങ്കിലും പ്രായശ്ചിത്തം ചെയ്യട്ടെ. ആ അച്ഛൻ്റെ മനസ്സ് അങ്ങനെ ചിന്തിക്കാനേ കഴിഞ്ഞുള്ളൂ. അവൾ അതുമായി വിനുവിൻ്റെ അടുത്തേക്ക് പോയി. വിനുവേട്ട, ഞാനത് സ്വീകരിക്കണോ? അർഹതയില്ലാത്തതൊന്നും സ്വീകരിക്കാൻ പാടില്ലെന്ന് ഞാൻ പഠിച്ചിട്ടുള്ളത്. ഇതവരുടെ അധ്വാനമാണ്. എന്നേക്കാളും ഇതിനർഹൻ വിനുവേട്ടനാണ്. ഞാനിത് വിനുവേട്ടന് തന്നെ തരുക. അവൾ ആ കവർ വിനുവിൻ്റെ കാൽ കീഴിലേക്ക് വെച്ച് അവൾ എണീറ്റ് പുറത്തേക്ക് പോയി.
അശോക്, ഇത് ഞാൻ എൻ്റെ മക്കൾക്ക് കൊടുക്കുന്ന സമ്മാനമാണ്. ഇത് അവർക്ക് അവകാശപ്പെട്ടത് തന്നെയാണ്. അവരോട് സ്വീകരിക്കാൻ പറയണം, നിരസിക്കരുത്. ഞങ്ങളുടെ കാലം കഴിഞ്ഞാൽ ഇതെല്ലാം നോക്കാൻ വേറെ ആരുമില്ല. അയാൾ അശോകിന് മുന്നിൽ തൊഴുകയ്യാൽ നിന്നു. എന്താളിയാ ഇത്? ഞാൻ സംസാരിക്കാൻ മോളോട്. എൻ്റെ വാക്കവൾ നിരസിക്കില്ല. അളിയൻ സമാധാനമായിരിക്ക്. അവർ രണ്ടുപേരും അവരുടെ മക്കളുമായി നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരും. അശോകൻ പാമയെ നോക്കി പുറത്തേക്കിറങ്ങി. അവൾക്ക് പിന്നാലെ ബാക്കിയുള്ളവരും. അതുവരെ പിടിച്ചു നിർത്തി അവൻ്റെ കണ്ണുകൾ ഒരു പേമാരി പോലെ പെയ്തിറങ്ങി. ഒന്ന് പ്രതികരിക്കാനാവാതെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളൊന്ന് തുടച്ചു നീക്കാനാവാതെ അവൻ്റെ നെഞ്ച് വിങ്ങിപ്പൊട്ടി. മോളെ. പിന്നിൽ നിന്നുള്ള അശോകൻ്റെ വിളിയേട്ട് ബാമ ഒന്ന് തിരിഞ്ഞു നോക്കി. ബാമ റൂമിൽ നിന്നിറങ്ങി നേരെ വന്നത് കുളത്തിനടുത്തേക്കാണ്. ആദ്യമായി അവളെ അവിടേക്ക് കൊണ്ടുവന്നത് വിനുവാണ്. മനസ്സിൽ സങ്കടം വന്ന് നിറയുമ്പോൾ ആരും കാണാതെ ഒന്ന് പൊട്ടിക്കരയാൻ അവൾ ഓടിയെത്തുന്നത് അവിടെയാണ്. ആഹാ, അച്ഛനെൻ്റെ പിറകെ ഇങ്ങ് പോന്നോ? അവൾ നിറഞ്ഞു തുളുമ്പിയ കണ്ണുകൾ അച്ഛൻ കാണാതെ തുടച്ചു നീക്കി ചോദിച്ചു. ഞാൻ എവിടെയെല്ലാം നോക്കി, മോൾ ഇവിടെ വന്നിരിക്കുമായിരുന്നു. ഞാൻ വെറുതെ കുറച്ചു നേരം കാറ്റ് കൊള്ളാന്ന് വെച്ച് വന്നതാ. അവൾ മനസ്സിലെ സങ്കടം ഒളിപ്പിച്ചു വെച്ച് പറഞ്ഞു. കാറ്റ് കൊള്ളുന്ന ആളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ വരുമോ? അതോ ഇനി കാറ്റ് കൂടി പോയിട്ടാണോ കണ്ണു നിറഞ്ഞേ? അത് അച്ഛാ, ഞാൻ ഒന്നും പറയണ്ട കുട്ടി. ഞാൻ കുറച്ചു നാളായി നിന്നെ കാണുവല്ലേ, അച്ഛന് മനസ്സിലാകുന്നുണ്ട്. ഇടയ്ക്കുള്ളിലെ സങ്കടം ഇങ്ങനെ കരഞ്ഞു തീർക്കുന്നത് നല്ലതാ. ഇല്ലെങ്കിൽ അത് നെഞ്ചിൽ കിടന്ന് വിങ്ങിപ്പൊട്ടി വല്ലാത്തൊരു നീറ്റലാ മോളെ. സന്ധ്യയായി. ഇവിടെ ഇങ്ങനെ നിൽക്കാനാണോ പ്ലാന്? വാ, വീട്ടിലേക്ക് പോകാം. അച്ഛൻ നടന്നു. ഞാൻ വരാം. മോളെ, അവർ തന്നത് വേണ്ടെന്ന് വെക്കരുത്. അച്ഛാ, അതിനർഹ ഞാനല്ല, വിനുവേട്ടനാണ്. അതാ ഞാൻ. അറിയാം മോളെ, എൻ്റെ മോൻ്റെ കണ്ണുനീരിൻ്റെ ഫലമാണ് അവർ ഇന്ന് അനുഭവിക്കുന്നത്. പിന്നെ എൻ്റെ മോന് സംഭവിച്ചത് അത് മറ്റൊരു വിധി. ഒന്നുകിൽ നാശത്തിലേക്ക്, ഇല്ലെങ്കിൽ പുതിയൊരു ജീവിതത്തിൻ്റെ തുടക്കത്തിലേക്ക്. എന്തു തന്നെ വന്നാലും എൻ്റെ കുട്ടി തളരരുത്. ജീവിതം പൊരുതി നേടുക തന്നെ വേണം. ഏറ്റവും അവസാനത്തെ പടിയിൽ നിന്ന് തുടങ്ങിയാലേ മുകളത്തെ പടിയിലേക്ക് നടന്നെത്താൻ കഴിയൂ. ഇന്നവർ നിങ്ങൾക്ക് വെച്ച് നീട്ടിയതും അതാണ്. എൻ്റെ മക്കൾ ഇവിടുന്ന് തുടങ്ങണം. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോകണമെന്നാണോ അച്ഛൻ പറയുന്നത്? ഇപ്പോൾ പോകണമെന്നല്ല, അവൻ നേരെയായിട്ട് നിങ്ങളുടെ മക്കളുമായി അവിടെ പോകണം. ഇനിയുള്ള ബാക്കി ജീവിതം എൻ്റെ മക്കൾ സന്തോഷത്തോടെ ജീവിക്കണം. അച്ഛനെയും അമ്മയെയും തനിച്ച് വിട്ടിട്ട് ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. ഞങ്ങൾ തനിച്ചല്ലല്ലോ മോളെ, നിന്റെ സുധാമയുമില്ലേ? ഞങ്ങൾ സ്നേഹതീരത്തേക്ക് പോകും. നീ വളർന്നതും ജീവിച്ചതും അവിടെയല്ലേ. ബാക്കിയുള്ള ഞങ്ങളുടെ ജീവിതം അവിടെയാണ്. അവിടെ ഒറ്റപ്പെടൽ തോന്നില്ല. പിന്നെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഞങ്ങളെ വന്ന് കാണാമല്ലോ. ഞങ്ങൾക്കും അങ്ങോട്ട് വരാമല്ലോ. എന്നാലും അച്ഛാ, ഒരെന്നാലും ഇല്ല. സ്നേഹതീരം നിന്റെ വീടല്ലേ. ഞങ്ങൾ അവിടെയാണെന്ന് കരുതിയാൽ മതി. മോള് വാ, ഇനിയും ഇവിടെ നിന്നാൽ ശരിയാകില്ല. രണ്ടുപേരും ഓരോന്ന് സംസാരിച്ച് വീട്ടിലേക്ക് കയറി. അകത്ത് കയറിയപ്പോഴേ കണ്ടു ടെൻഷനോടെ അവളെ നോക്കിയിരിക്കുന്ന ബാക്കി എല്ലാവരെയും. രവിളിയെ, മോൾക്ക് സമ്മതമാണ്. ചെന്ന് കയറിയ പാടെ അശോകൻ അയാളോട് പറഞ്ഞു. സന്തോഷമായി മോളെ. ഇപ്പോഴാ മനസ്സിലൊരു സമാധാനം വന്നത്. ഇല്ലെങ്കിൽ ഒരു കുറ്റബോധം പേറി മരണം വരെയും ഞങ്ങൾ നേറി കഴിഞ്ഞേനെ. അമ്മാവ, വിനുവേട്ടൻ എണീറ്റതിന് ശേഷം ഞങ്ങൾ അവിടേക്ക് വരും. അത് എത്ര സമയവും കാലം എടുക്കുമെന്നറിയില്ല. അതുവരെ വിളിക്കരുത്. ഇല്ല മോളെ, അവൻ എണീറ്റിട്ട് മതി. ഞങ്ങൾക്ക് രണ്ടുപേരും ഒരുമിച്ച് സന്തോഷത്തോടെ കാണണം. പിന്നെ ഓരോ വിശേഷങ്ങൾ പറഞ്ഞ് അന്നത്തെ രാത്രി അങ്ങനെ കടന്നുപോയി. പിറ്റേന്ന് തന്നെ രവിയും ഭാര്യയും വന്ന കാര്യം സാധിച്ച സന്തോഷത്തിൽ ബാംഗ്ലൂരിലേക്ക് മടങ്ങി. അന്ന് ശനിയാഴ്ച ആയതിനാൽ ഭാമയ്ക്ക് സ്കൂളിൽ പോകേണ്ടിയിരുന്നില്ല. ഉച്ചയോടടുത്തപ്പോൾ വൈദ്യൻ എത്തിയിരുന്നു. വിനുവിനെ പരിശോധിച്ചു. ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഭാമയെയും വിനുവിൻ്റെ അച്ഛനോടും പറഞ്ഞു കേൾപ്പിച്ചു. ചികിത്സ ഇന്ന് തന്നെ ആരംഭിക്കുകയും ചെയ്തു. വിനുവിന് ഒഴിച്ചിലും ധാരയ്ക്കും വേണ്ടി പ്രത്യേകം റൂമൊരുക്കി. പിറ്റേന്ന് സ്കൂൾ അവധിയായതുകൊണ്ട് അവൾക്ക് അവരുടെ കൂടെ നിൽക്കാൻ പറ്റി. വിനുവിനെ വേറെ റൂമിലാക്കിയത് കൊണ്ട് അവൾക്ക് കാണാൻ പറ്റില്ലായിരുന്നു. ഇടയ്ക്ക് വൈദ്യൻ്റെ അനുവാദത്തോടു കൂടി മാത്രമേ കാണാൻ പറ്റൂ. ഉള്ളിലെ സങ്കടമെല്ലാം മറച്ചു വെച്ചവൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദിവസങ്ങൾ വളരെ വേഗം കടന്നുപോയി. ഇപ്പം ചികിത്സ തുടങ്ങിയിട്ടൊരു മാസം കഴിഞ്ഞു. ഭാമയ്ക്ക് 6-ാം മാസം തുടക്കവുമായി. സ്കൂളിൽ നിന്നും പ്രത്യേകിച്ചൊരു തുമ്പും അവൾക്ക് ലഭിച്ചില്ല. ഇപ്പം മഹേഷും മാളവികയുമായി അവൾ നല്ല രീതിയിൽ അടുത്തു. മഹേഷിൻ്റെ ചില നേരത്തെ സംസാരം അവൾക്ക് തന്നെ പിടിച്ചു നിർത്തുന്നതിലും അപ്പുറമായിരുന്നു. അവളെല്ലാം വിനുവിന് വേണ്ടി സഹിച്ചു. പോലീസ് അന്വേഷിച്ചിട്ടൊരു തുമ്പൊന്നും കിട്ടാത്തത് കൊണ്ട് അന്വേഷണം അവസാനിപ്പിച്ച മട്ടിലാണ്. അല്ലെങ്കിൽ അവർ മനഃപൂർവ്വം ആർക്കു വേണ്ടി അവസാനിപ്പിച്ചതായിരിക്കും എന്ന് ഭാമ മനസ്സിൽ ഉറപ്പിച്ചു. ഒരു ദിവസം രാവിലെ ഭാമ വിനുവിനെ കാണാൻ
വൈദ്യന്റെ സമ്മതത്തോടെ റൂമിലേക്ക് കയറി. അവൾ അവൻ്റെ അടുത്തിരുന്നു. വയറിൽ മറഞ്ഞു കിടന്ന സാരി മാറ്റി അവൻ്റെ കൈയെടുത്ത് വയറിനു മീതെ വെച്ചു. 6 മാസമായതുകൊണ്ട് കുഞ്ഞിനനക്കം നല്ലതുപോലെ ഉണ്ടായിരുന്നു. അവളുടെ വയറിന്മേൽ പതിഞ്ഞ അച്ഛൻ്റെ കയ്യിലെ സ്പർശനം അറിഞ്ഞതുപോലെ കുഞ്ഞുങ്ങൾ അനങ്ങാൻ തുടങ്ങി. ഇടയ്ക്ക് വയറിന്മേൽ പതിഞ്ഞ കൈക്കെന്തോ വ്യത്യാസം അനുഭവപ്പെട്ടതുപോലെ അവൾക്ക് തോന്നി. തണുത്തിരുന്ന കൈക്കൊപ്പം ഇപ്പോൾ ചൂടുണ്ട്. അവൾ അനങ്ങാതെയിരുന്നു. ഇനി എൻ്റെ മനസ്സിലെ തോന്നലാണോ? ഇത്രയും ദിവസം ഇങ്ങനെയൊന്നും അനുഭവിച്ചിട്ടില്ല. കുറച്ച് സമയം കൂടെ അവൾ അങ്ങനെയിരുന്നു. അതെ, എൻ്റെ തോന്നലല്ല. വിനുവേട്ടൻ്റെ കൈ ചലിക്കുന്നുണ്ട്, വിരലുകൾ അനങ്ങുന്നുണ്ട്. അച്ഛൻ്റെ കയ്യിലെ ചൂടുള്ള സ്പർശനം അറിഞ്ഞു മക്കൾ സന്തോഷിക്കുന്നുണ്ട്. ഇതുവരെ കിട്ടാത്തൊരനുഭൂതി അവളുടെ ഉള്ളിലാകെ നിറഞ്ഞു. അതിൻ്റെ ഫലമായി അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഒന്നലറി വിളിച്ചെല്ലാവരെയും അറിയിക്കണമെന്നുണ്ട്. പക്ഷേ വായിൽ നിന്നും ഒരക്ഷരം പുറത്തേക്ക് വരുന്നില്ല. അവൾ പ്രതീക്ഷയോടെ അവൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി.